നമസ്കാരം, എല്ലാവർക്കും സ്നേഹം. അഗർത്തയുടെ കഥാകാരൻ നിസാർ ഇൽത്തുമിഷ് ഇവിടെ മറ്റൊരു കഥയായിട്ട് ദായിമക്കയുമായിട്ട് നമ്മളുടെ കൂടെയുണ്ട്. വളരെ കുറച്ച് സമയമുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഓഥറിനെ എഴുത്താളിനെന്ത് പറയാൻ, എഴുത്താളിനെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യം എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യത്തിലൂടെ, ഒരുപാട് യാത്ര ചെയ്ത് യാത്രയിലൂടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തി എഴുതുന്ന ഒരു എഴുത്തായിട്ട് നിസാറിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിസാറിനെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ് നിസാർ ഇൽത്തുമിഷിനെ നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞിട്ട് നിസാറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചൊരു കൊളീഗാണ് എന്നോട് പറഞ്ഞത്, നമ്മൾക്ക് നേരിട്ട് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നത് പോലെ വാരണാസിയും മറ്റു പ്രദേശങ്ങളും എല്ലാം കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നത് പോലെ അത്ര ഭംഗിയായിട്ട് എഴുതുന്ന, നമ്മളെ പിടിച്ചിരുത്തുന്ന, അത്ര നാടകീയമായ കാര്യങ്ങൾ പറയുന്ന ഒരു എഴുത്താണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അഗർത്ത കൊണ്ടുതരിക ചെയ്തത്. അപ്പോൾ ഞാനതിനു മുമ്പ് അത്ര വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, യാത്രയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ഇപ്പോൾ ദായിമക്കയിൽ, ഒറ ടെയിൽസിൻ്റെ ദായിമക്കയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിസാർ തന്നെ പറയുന്നുണ്ട്, ഞാൻ കണ്ട അവസാനത്തെ ദായിമക്കൈ ആയിരിക്കും ഇത്. അതത്രമാത്രം തീവ്രമായി അതേപോലെ അത്ര ഒറിജിനാലിറ്റിയോടെ അത്ര റോ ആയിട്ട് എഴുതാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചില മാറ്റങ്ങൾ, ചില മിനുക്ക് പണികൾ, ചില ചേരുവകൾ ചേർത്തിട്ടാണോ പുസ്തകത്തിലേക്ക് വരുന്നത്? യാത്രയിൽ കാണുന്ന എല്ലാം അതേ തീവ്രതയിൽ, അതിൻ്റെ ദയനീയതയാണെങ്കിൽ അങ്ങനെ, ക്രൂരതയാണെങ്കിൽ അങ്ങനെ, അതിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളോട് കൂടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. എഴുത്താളെന്ന നിലയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? സാധിക്കാൻ മീൻസ് അങ്ങനെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണും. അതിൽ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം അല്ലാത്ത ഭാഗങ്ങളും എല്ലാം നോക്കിയിട്ട് വേണമല്ലോ എഴുതുന്ന സമയത്ത്. അപ്പോൾ ദായിമക്കൈ, സത്യം പറഞ്ഞാൽ ദായിമക്കൈ ചെയ്ത ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഒറിജിനലി ദായിമക്കൈ ചെയ്ത് ജീവനോടെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൊല്ലത്തും ആലപ്പുഴയിലും എങ്ങനെ 2-3 ആൾക്കാർ ദായിമക്കൈ ചെയ്ത് സർവൈവ് ചെയ്ത ആൾക്കാരുണ്ട്. ദായിമക്കൈ ചെയ്ത ആൾക്കാരിൽ 99.99% മരിക്കുകയാണ്. ഈ ചടങ്ങിന് തൊട്ട് മുമ്പായിട്ട് ഒരു വലിയ ഖബർ കുഴിച്ചതിന് ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് തന്നെ വിശ്വാസമുണ്ട്, മരിക്കുമെന്ന് 99.99% ഉറപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയാണ്, മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുറിക്കുന്നതിൻ്റെ ഭീകരത നമ്മൾ എത്ര എഴുതിയാലും അത് എഴുത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഭീതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എഴുതിയിട്ടില്ല. അത് എനിക്ക് പകർത്താൻ പറ്റില്ല. കാരണം ഒരു മുറി നിറയെ ബ്ലഡായിരിക്കും. ആ ബ്ലഡ് ആ ചടങ്ങിന് സാക്ഷിയായി നിന്ന് എല്ലാവരും ഓടി വന്നിട്ട് ആ ബ്ലഡ് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഇയാളുടെ ശരീരത്തിലും മുഖത്തും താടിയിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എന്ന് വെച്ചാൽ നമുക്ക് വോമിറ്റിംഗ് ആയിരിക്കും വരിക. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ദായിമക്കൈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ദായിമക്കൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഒഴുകിപ്പോവും. അതായത് അവർ പറയുന്നത്, ഒരു പുരുഷൻ്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഒഴുകിപ്പോയി പിന്നീട് വരുന്ന ബ്ലഡ് സ്ത്രീയുടെ ബ്ലഡായിരിക്കും. അപ്പം കൂടുതൽ സ്ത്രീത്വം, സ്ത്രൈണത ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ദായിമക്കൈ ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് സർജറി ഉണ്ടല്ലോ, മോഡേൺ സർജറി ചെയ്താൽ മതിയല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഉൾഗ്രാമങ്ങളിൽ ദായിമക്കൈ ചെയ്യുന്നുണ്ട്. അത് മരിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ദായിമക്കൈ ചെയ്യുന്ന അവരുടെ ആ ഒരു കറേജ്, അത് നമുക്കറിയില്ല അത് അവർ ഏത് സെൻസിലായിരിക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തോന്നിയിട്ടുണ്ട് എപ്പോഴും. നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു പരിഷ്കൃത ലോകത്തിന് മുമ്പിൽ പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള പല ജീവിതങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ട പല മനുഷ്യർ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം പുസ്തകത്തിലേക്ക് അക്ഷരങ്ങളിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് നിസാർ എന്തെങ്കിലും അവരെ നേരെ പകർത്തുകയാണോ, അല്ലെങ്കിൽ ഒരു സന്ദേശം, അതല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തൽ, എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഞാൻ ഇന്നലത്തെ സെഷനിൽ ഞാൻ ഓൾറെഡി കഥ പറഞ്ഞു, എന്നാലും ഒരിക്കൽ കൂടി പറയട്ടെ. ഞാൻ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഗുജറാത്തിലെ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഒരു 87 ദിവസം ഞാൻ ഈ പറയുന്ന ഹിജഡുകളുടെയും സെക്സ് വർക്കേഴ്സിൻ്റെയും കൂടെ ആയിരുന്നു കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അവരാണ് എനിക്ക് അഭയം തന്നത്. അപ്പോൾ ഈ 87 ദിവസം ഞാൻ കാണുന്നത് മുഴുവനും ഈ ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരുടെ കൂടെ അവർക്കൊരു മണ്ണെണ്ണ സ്റ്റൗ ഉണ്ട്, അവിടെ വെച്ചിട്ട് അവർ തരുന്ന പരിപ്പും ചാവലും കുക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ 87 ദിവസം കഴിഞ്ഞത്. ആ 87 ദിവസത്തിൽ ഒരിക്കൽ ആകൃതി പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ് ലേഡി എന്നോട് പറയാണ്, സർജി എനിക്ക് എത്രയും പെട്ടെന്ന് മരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആകൃതി അങ്ങനെ പറയുന്നത്? ബിക്കോസ് നിങ്ങളിപ്പം സർജറി ഒക്കെ ചെയ്തു, ഒരു NGO റൺ ചെയ്യുന്നുണ്ട്, ഗുജറാത്തിലെ തന്നെ ആദ്യത്തെ ട്രാൻസ് മൂവ്മെൻ്റ് ആണ്, ഇതൊക്കെ അച്ചീവ് ചെയ്ത് നിങ്ങൾക്ക് എന്തിനാ പെട്ടെന്ന് മരിക്കണം എന്ന് തോന്നുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, സർജി മരിക്കാന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ആഗ്രഹം കഴിഞ്ഞുകൊണ്ടല്ല, ഒരു ചലഞ്ചാണത്. അതായത് ഞാനൊന്ന് ചത്ത് മണ്ണടിഞ്ഞിട്ട് എനിക്കൊന്ന് പരലോകത്തെത്തണം, എന്നിട്ട് ആ ദൈവത്തിന് എൻ്റെ കയ്യിലൊന്ന് കിട്ടണം. എന്നിട്ട് ഞാൻ ചോദിക്കും, എന്തിനാണ് ആണുമല്ലാതെ പെണ്ണുമല്ലാതെ രണ്ടും കെട്ട രീതിയിൽ ഞങ്ങളെ ജനിപ്പിച്ചത് എന്തിനാണ് ഡോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നതാണ് അവർ പറഞ്ഞത്. പിന്നെ പറയാ, ഞാൻ മരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എനിക്ക് പുനർജനിക്കാൻ വേണ്ടിയിട്ടാണ്. 1 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല 10,000 ഞാനായിട്ട് എനിക്ക് പുനർജനിക്കണം. എന്നിട്ട് എന്നെ ഹിജഡ എന്ന് വിളിച്ചവരുടെ, 9 എന്ന് വിളിച്ചവരുടെ, ആണും പെണ്ണും കെട്ടവനെന്ന് വിളിച്ചവരുടെ ഒക്കെ വീടുകളിൽ എനിക്ക് പുനർജനിക്കണം. അവരുടെ മകനായി മകളായി അവരായി പുനർജനിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കഥയിലെ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എത്തുന്ന സമയത്ത് ആ ഒരൊറ്റ ലൈൻ മതി. ആ ഒരു ലൈനിൽ ഞാൻ ഈ എൻറ്റയർ പുസ്തകം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതിനപ്പുറം റിയാലിറ്റി തുറന്ന് എഴുതുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ക്യൂർ കമ്മ്യൂണിറ്റി പെട്ട അല്ലെങ്കിൽ ട്രാൻസിൽ പെട്ട ഒരാൾ മകനോ മകളോ അല്ലെങ്കിൽ മക്കളായിട്ട് ജനിക്കുമ്പോൾ മാത്രമാണ് അതിനെ അംഗീകരിക്കുന്ന ഒരു സമയത്തേക്ക് എത്തുന്ന ആ ഒരു കാലത്ത് മാത്രമാണ് നമ്മൾ ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അച്ഛനമ്മമാരുള്ളൊരു കാലം. ഇപ്പോൾ ഞാൻ ദായമക്കൈ വായിച്ച സമയത്തായാലും മുമ്പുള്ള പുസ്തകങ്ങളിലുള്ള സമയത്തൊക്കെ ആയാലും ഇതുപോലുള്ള കാര്യങ്ങൾ നേരെ പകർന്നതായിട്ടും കുറച്ച് അതിശോക്തിയോടെ നമുക്ക് വായിക്കുമ്പോൾ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് റിയൽ ആണെന്ന് നമുക്ക് കുറച്ചുകൂടിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വായിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളെല്ലാം കുറച്ചൊരു അതിശോക്തി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് എഴുതുന്നൊരു കാലമാണ്. അപ്പോൾ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോഴായാലും ജെൻഡർ ന്യൂട്രലായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ എഴുതണമെന്നും അങ്ങനെയുള്ള അക്ഷരങ്ങളും വാക്കുകളും അടുത്ത ജനറേഷന് വായിക്കാൻ കൊടുക്കണമെന്നും അതേ കൊടുക്കാവൂ എന്നൊക്കെ ശഠിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴും കണ്ടിരുന്നു, ഓഥറിൻ്റെ സൈഡിൽ നിന്നുള്ള ഓഥറിൻ്റെ സംസാരം എന്നുള്ള രീതിയിൽ, ഓഥറിൻ്റെ ഭാഷ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു വാക്ക് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്, ആണും പെണ്ണും കെട്ട എന്നുള്ള രീതിയിലുണ്ട്. നമ്മളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്യൂർ സമൂഹം ഇത്രയും ഡെവലപ്പായി ഇത്രയും മുമ്പോട്ട് വന്നൊരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക, ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും എല്ലാം തന്നെ മനഃപൂർവ്വം തന്നെ ഒരു ശ്രമം ഈ പദങ്ങൾ ഒഴിവാക്കണം എന്ന് തോന്നുന്നുണ്ട്. കാരണം ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, അവരനുഭവിക്കുന്ന ജീവിതങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ മുമ്പുള്ള അടുത്ത് വരുന്ന ആൾക്കാരിലേക്ക് ഈ പദങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പദങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള പുസ്തകത്തിലും അത് കണ്ടിരുന്നു, മറ്റ് ചില പുസ്തകങ്ങളിലും കണ്ടിരുന്നു, ഇദ്ദേഹത്തിൻ്റെ അല്ല. പക്ഷേ അത് റിയൽ ആണെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവേണ്ടതും അങ്ങനെ വന്ന് കാലത്തിൽ നിന്ന് ആ പദങ്ങളെങ്കിലും അപ്രത്യക്ഷമാവേണ്ട ഒരു ആവശ്യമില്ലേ? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സൊക്കോളുടെ ഈ ആണും പെണ്ണും കെട്ട, കാരണം ആണും പെണ്ണും മാത്രമല്ല, അത്രയും വൈവിധ്യങ്ങളുണ്ട്, അത്രയും ഉണ്ട് എന്ന് പറയുന്നൊരു, അത്രയും ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന, നേടിയെടുത്ത ഒരു സമൂഹത്തിന് മുമ്പിലേക്കാണ് നമ്മൾ വീണ്ടും ആണും പെണ്ണും കെട്ട എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ആണും പെണ്ണും മാത്രമല്ല ലോകത്തിൽ എന്നവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെയും നമ്മളെ പദങ്ങളിലേക്ക് ചേക്കേറുന്നത് എനിക്ക് തോന്നുന്നു അത്ര ഉചിതമാണോ എന്നൊരു സംശയമുണ്ട്. ഞാനത് വായിച്ചപ്പോഴും ഇതവിടെ കോട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, അത് നമ്മൾ പുസ്തകത്തിൽ എഴുതാതിരുന്നത് കൊണ്ട് അത് ഉപയോഗിക്കപ്പെടാതിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രബുദ്ധരാണ്, നമ്മളാണ് എല്ലാത്തിലും നമ്പർ 1 എന്നുള്ള ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ ഇവിടെ ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീട് വരെ ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്തേക്ക് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ സംഭവം തന്നെ നമ്മൾ ഔട്ട്സൈഡ് കേരളയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും കാണുന്നത് ട്രെയിനിൽ പിടിച്ച് പറിക്കുന്നത് സിഗ്നലിൽ നിൽക്കുന്ന മനുഷ്യന്മാരായിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുവെ മീഡിയ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഇതിലൊക്കെ അപ്പുറമാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള പദവി. ഇപ്പോൾ തമിഴ്നാട്ടിലെടുക്കുകയാണെങ്കിൽ അവർ തിരുനങ്കൈകളാണ്. ഈ തിരുനങ്കൈകൾ, ഞാൻ കൂവാകം ഫെസ്റ്റിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ഗ്രാമം മുഴുവനും ഒരു ദിവസം കൊണ്ട് വിധവകളെ കൊണ്ട് നിറയുന്ന ഒരു ഇത് ചൈത്രമാസത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വിധവകളായി മാറുന്ന ഒരു ദിവസം. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നിലെ കഥ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിന്ദു റിലീജിയൻ. അത് മതവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് കുരുക്ഷേത്ര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോഹിനി ആ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭഗവാൻ മോഹിനി രൂപം വരിച്ചിട്ട് ആ മോഹിനിയെ വിവാഹം ചെയ്തിട്ട് അറവാൻ ഇതായി മാറുന്നതും അങ്ങനെയാണ് അറവാണിച്ചി എന്നുള്ള പദം പോലും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറവാണിച്ചി എന്ന് വിളിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു തെറിയായിട്ടാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. പക്ഷേ അറവാണിച്ചി എന്ന് വെച്ചാൽ അറവാൻ്റെ ഭാര്യ എന്നുള്ള അർത്ഥത്തിലാണ് അറവാണിച്ചി എന്നുള്ള പ്രയോഗം വന്നിട്ടുള്ളത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കുറച്ചും കൂടിയും ഈ തിരുനങ്കൈ എന്നുള്ള പദം തന്നെ അവർക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു പദമില്ല. നമ്മൾ ട്രാൻസ്ജെൻഡറിന് മാത്രമേ നമുക്കൊരു പദമുള്ളൂ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പദം കൂടി വന്നാൽ ചിലപ്പം കാലക്രമേണ ഈ ഒരു വിളി. പക്ഷേ എന്നിരുന്നാലും അവരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. എടാ 9 അല്ലെങ്കിൽ എടാ ആണും പെണ്ണും കെട്ടവനെ എന്ന് വിളിക്കുന്നതിലൂടെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല, അവരെ ഹേർട്ട് ചെയ്യുക, ഹൃദയത്തിലേക്കൊന്ന് കുത്തിയിട്ട് മുറി പൊലിപ്പിച്ചിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ഒരു സന്തോഷമായി എന്ന് പറഞ്ഞ് പോവുക. അല്ലാതെ പദമില്ലാഞ്ഞിട്ടല്ല. ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാം, തിരുനങ്കൈ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ പദത്തിൻ്റെ കുറവ് കൊണ്ടല്ല അവരെ മനഃപൂർവ്വം എന്തെങ്കിലും ഒന്ന് വ്രണപ്പെടുത്തുക. ഞങ്ങൾ രണ്ടുപേരും മതി, ഇവിടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ശാപമാണെന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയാനുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഓറ ടൈൽസിൻ്റെ 2 ചർച്ചയുടെയും പോസ്റ്ററിൽ എഴുത്താൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പായിരിക്കണം എഴുത്തുകാരി വേണ്ട, എഴുത്തുകാരൻ വേണ്ട, എഴുത്താൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പോയറ്റ്സ്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്റ്റോറി റൈറ്റേഴ്സ് അവരെ കൂടി ഉൾപ്പെടുത്തേണ്ട ഒരു പദം ആവശ്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് 2023 ഒരു ചർച്ച വന്നിരുന്നു. എഴുത്തുകാരി എന്ന് പറയുമ്പോൾ, എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾ എവിടെ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് എഴുത്തിനെ ആളുന്നവർ എന്നൊരു അർത്ഥം കൂടി കണക്കിലെടുത്തുകൊണ്ട് എഴുത്താൾ എന്നൊരു പദം വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണും പെണ്ണും കെട്ട എന്ന തരത്തിലുള്ള പദങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ വിളിച്ച പോലെ 9 അതൊക്കെ കൊളോക്കിൽ വിളിക്കുന്നതായിരിക്കും. എങ്കിലും നമ്മളുടെ പുസ്തകങ്ങളിൽ എന്നേക്കുമായിട്ട് അടയാളപ്പെട്ട് കിടക്കുന്ന പുസ്തകങ്ങളിൽ തീർച്ചയായിട്ടും സപ്പോസ് ഈ പറഞ്ഞ കഥാപാത്രത്തിന് ആവശ്യമാണെങ്കിൽ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നതല്ലാതെ ഇത്തരത്തിലുള്ള പദങ്ങൾ ഒഴിവാക്കപ്പെടണം, കാലഹരണപ്പെടണം, ഇല്ലാതാവണം. ഇനിയൊരു 10-30 വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലേക്ക് എഴുത്തുകാരെ മുൻകൈ എടുത്താൽ മാത്രമാണ് അത് സാധിക്കുള്ളൂ എന്ന് തോന്നുന്നത്. എഴുതി തുടങ്ങുന്നിടത്ത് നിന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. സിനിമയിലേക്കായാലും എല്ലാത്തിലും പുറകിൽ നിൽക്കുന്ന എഴുത്താണ്. സോ ഈ പദങ്ങൾ അവിടെ നിന്ന് ചോർന്നൊലിച്ചു പോവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും ജനപ്രിയനായിട്ടുള്ള എഴുത്തുകാരൻ എന്ന് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു റിക്വസ്റ്റ് കൂടിയിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവസാനത്തെ ലാസ്റ്റൊരു സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രിയ സാഹിത്യം 8 പതിപ്പുകൾ മുന്നോട്ട് പോകുന്നു. കാര്യമായിട്ടുള്ള യാത്രാ റെഫറൻസ് എല്ലാം വരുന്ന കാര്യങ്ങളിലേക്ക് ഉള്ളുണ്ട്. അപ്പോൾ ഈ ജനപ്രിയ സാഹിത്യത്തിലേക്ക് വേണ്ട ചേരുവകൾ എന്ന രീതിയിൽ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടൊരു ഇൻപുട്ട് വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എന്താണ് ജനപ്രിയ സാഹിത്യം എന്നുള്ളത് എനിക്കറിയില്ല. ആൾക്കാർ വായിച്ച് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേക ചേരുവകളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ജെന്യൂനായിട്ട് എഴുതാറുണ്ട്. ഞാൻ എസ്പെഷ്യലി യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഞാൻ അതുപോലെ ഇതിലേക്ക് പകർത്തി വെക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചേരുവകൾ. താങ്ക് യു. അപ്പോൾ അടുത്ത സെഷനിലേക്ക് താങ്ക് യു വെരി മച്ച്. കുമർച്ചയുടെ കഥാകാരൻ രജീഷ് ബാല, അതോടൊപ്പം SK ഹരിനാഥ്, കറുത്തച്ഛനിലൂടെ അറിയപ്പെട്ട കറുത്തച്ഛൻ്റെ ഇവിടെ മണ്ണിൻ്റെ കഥാകൃത്ത് SK ഹരിനാഥ്.
ഇവിടെ നമ്മളുടെ വിഷയം എനിക്ക് തോന്നുന്നു വിഷയത്തിൽ നിന്നെല്ലാം മാറിയിട്ട് കഥകളെക്കുറിച്ച് കൂടുതലായിട്ട് കഥ ഇന്ന് മലയാളം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മലയാള കഥ നമുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ എഴുതി തെളിഞ്ഞ അവരുടെ എഴുത്ത് നിങ്ങളിലേക്ക് തന്ന 2 പേരുണ്ട്. എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കഥയിൽ എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് ഫസ്റ്റ് രജീഷ് ബാലയിൽ നിന്ന് തുടങ്ങാം. എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കഥയിൽ എന്തായിരിക്കണം അപർണ ആരുഷി എന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ആ ചോദ്യം തന്നെ ഒരു കുടുക്കിയിടുന്ന ചോദ്യമാണെന്ന് തോന്നുന്നുണ്ട്. കഥ എഴുതുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ മനസ്സിൽ വരുന്നതിനെ എഴുതുക, അതെങ്ങനെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഭാഷയിൽ എന്താണ് സംഭാവന ചെയ്യുന്നത് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലുള്ള കാര്യത്തിനെ അതിൻ്റെ രൂപത്തിൽ പരമാവധി അതിനോട് ചേർന്ന്, മനസ്സിലുള്ള രൂപത്തിനോട് ചേർന്ന് എഴുതുക, എഴുതി തീർക്കുക. പിന്നെ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണോ വരുന്നത്, തെറ്റില്ലാത്ത രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് തൃപ്തിയാകുന്നുണ്ടോ, അതാണല്ലോ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എഴുതി കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തേതുള്ളത്. 2 തരത്തിലാണ് പിന്നെ എനിക്ക് ഈ പറഞ്ഞ കാര്യത്തോടെ തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്ന്, ഒരു കലാധ്യാപകരുണ്ടായിരുന്നു എനിക്ക്, ഒരു സഹജൻ. സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിനെ ആദ്യം ആസ്വദിക്കുന്നത് ഞാനാണ്. ഒരു 100-ൽ ഒരാൾ, പിന്നീട് പുറത്തുള്ള 100-ൽ ഒരാൾ അതിനെ മനസ്സിലാക്കിയാൽ മതി, ആസ്വദിച്ചാൽ മതി, ഞാൻ ഹാപ്പിയാണ് എന്നാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ, സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞത്, നിങ്ങൾ എഴുതുക, സിനിമയെക്കുറിച്ച്, സിനിമയുടെ സീനിനെ കുറിച്ചോ സിനിമയുടെ ഷോട്ടിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെ തന്നെ അത് എഴുതിപ്പോവുക, മനസ്സിലുള്ളതിനെ കാഴ്ചയായി എഴുതിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിലും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലുള്ളതിനെ എഴുതി വയ്ക്കുക, ശ്രമിച്ചു നോക്കുക, ഫിനിഷ് ചെയ്യാൻ, പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് ആലോചിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഹരിനാഥന് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. ഹരിനാഥിലേക്ക് കൊടുക്കുക. അതേ ചോദ്യം തന്നെയാണ്. അല്ല, ഈ കഥകളെ സംബന്ധിച്ച് ഇപ്പോൾ ഏതൊരു എഴുത്തുകാരനും ഒരു ചെറുകഥ ആത്മവിശ്വാസമാണ്. ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സാധനം ഒരു 4-5 പേപ്പറിൽ എഴുതുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ്, അതാണ് ഒരു എഴുത്തുകാരൻ അടിസ്ഥാനപരമായി ആ ഒരു ആസ്വദിക്കുന്നത്, ആ ഒരു എഴുത്ത് ആസ്വദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലോട്ട് മനസ്സിലോട്ട് വന്ന് അതിനെ ദിവസങ്ങളോ മാസങ്ങളോ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഉള്ള ഒരു അനുഭൂതി, അതിനെ പതുക്കെ ഡെവലപ്പാക്കുമ്പോൾ ഉള്ള ഒരു രസം, അത് തന്നെയാണ്. അതുകൊണ്ട് വ്യക്തിപരമായി തന്നെയാണ് ഇപ്പോൾ ഒരു കഥ, അത് എനിക്ക് വേണ്ടി തന്നെയാണ് എഴുതുന്നത്. അല്ലാതെ ഞാൻ കഥ എഴുതിയില്ലെങ്കിൽ ഇവിടെ മലയാള സാഹിത്യത്തിലൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കഥ വന്നില്ലെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവനവന് വേണ്ടിയും ഞാൻ കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത് വായിപ്പിക്കണം, അതിലൂടെ എനിക്ക് സന്തോഷം കിട്ടണം, അങ്ങനെ ഒരു വ്യക്തിപരമായ ഇത് തന്നെയാണ് പറയാനുള്ളത്. അതിന് വേണ്ടി പ്ലോട്ടുകൾ തേടുന്നു. നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഒരുപാട് പ്ലോട്ടുകളിൽ ഡെവലപ്പ് ആവാതെ കിടക്കുന്ന ഒരുപാടെണ്ണം കാണും. ചിലത് ഇന്നലെ കിട്ടിയ പ്ലോട്ട് പെട്ടെന്ന് ഡെവലപ്പായി ഒരു കഥയായെന്ന് വരാം, 1 വർഷമായി കൊണ്ട് നടക്കുന്നത് പാകമാവാതെ കിടന്നെന്ന് വരാം. അപ്പോൾ ചില സമയങ്ങളിൽ ചിലത് വികസിക്കുന്നു, ആകസ്മികമായി എഴുതുന്നു, മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ. പിന്നെ അടിസ്ഥാനപരമായി ചെറുകഥ അത്ര ചെറിയ ജോലിയല്ല എഴുതുക എന്നുള്ളത്. ഒരു നോവലിനേക്കാൾ ആറ്റിക്കുറുക്കി ഒരു നല്ല കഥ എഴുതുക എന്നുള്ളത് കുറച്ച് കഠിനമായ ജോലി തന്നെയാണ്. അത് ആസ്വദിച്ച് ഒരു എഴുത്തുകാരന് കൊണ്ടു നടക്കാൻ പറ്റിയ വളരെ നല്ല കാര്യം. ഇവിടെ ഈ പുസ്തകത്തിൽ മണ്ണിൽ ഒരു അപ്പൂപ്പൻ്റെ കഥ പറയുന്നില്ലേ, അപ്പൂപ്പൻ മുമ്പ് ചെയ്ത, ഓക്കെ, അപ്പോൾ അത് ഞാൻ ആദ്യം വായിച്ചത് ആ കഥയായിരുന്നു. ഈ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് ആ കാലത്തിലേക്കൊരു പോക്ക് എന്ന് വെച്ചാൽ ആ അപ്പൂപ്പൻ്റെ ആ കാലം, ആ പരിസ്ഥിതി, അദ്ദേഹം അന്ന് അനുഭവിച്ച ആ ഒരു വിഷമം ഇവിടെ അപ്പൂപ്പൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ വായിക്കുന്ന എനിക്ക്, ഈ ഒരു 30s വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അതൊരു നല്ല ചെറുകഥയുടെ ലക്ഷണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, എന്തും ആയിക്കോട്ടെ,
അത് വായനക്കാരിലേക്ക് അതേപോലെ പകർത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയുക, ഒരു ഓർഗാനിക് ഒരു ഫീലുണ്ട്. തട്ടിക്കൂട്ടുക, ചേർത്ത് വയ്ക്കുക, ഒപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന ചില എന്താ പറയുക, ചില ചെറുകഥകൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന പോലെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചില മസാലക്കൂട്ടുകൾ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നെല്ലാം മാറി അങ്ങനെ ഒരു കഥകളുടെ ഒരു ഒഴുക്ക് ഒരു ഭാഗത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ മനുഷ്യനെ തൊടുന്ന, മണ്ണിനെ തൊടുന്ന, മനസ്സിനെ തൊടുന്ന കഥകളും വരുന്ന കാലമാണ്. ഇപ്പോൾ രജീഷ് ബാലിൻ്റെ കഥകളായാലും ഞാൻ വായിച്ചത്ര താങ്കളുടെ കഥകളായാലും എല്ലാം നമ്മളെ വായിച്ചത് കൊണ്ട് നമുക്കതൊരു ഓർമ്മയുണ്ട്. മീൻസ് നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും പിന്നീട് ഇതേപോലത്തെ ഒരു അപ്പൂപ്പനെ കാണുമ്പോൾ ആ മുഖത്ത് ഒരു ദൈന്യത അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഫീൽ ആവുന്നു, എവിടേക്കോ നമ്മളതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്നത്തെ കാലഘട്ടത്തിലൊരു എഴുത്ത്, അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വിപണിയിലേക്ക് കുത്ത് ഒഴുക്ക് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു പരിചയമുള്ളൊരു എഴുത്താൾ വന്ന് ചോദിച്ചത്, പുസ്തകം പുതിയതുണ്ടോ? ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ, പുസ്തകമാക്കിയിട്ടെന്നാണ്. അപ്പോൾ എഴുതിക്കൂടെ, എത്രമാത്രം അവസരങ്ങളാണ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു മിനിമം എമൗണ്ട് ഉണ്ടെങ്കിൽ ആ നിമിഷം പുസ്തകം ഇറക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് വ്യത്യസ്തനായിട്ട് മാറി നിൽക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങ് ഒഴുകണോ, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് എക്കാലത്തേക്കുമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിൽ കൊത്തിയെടുത്ത് വെക്കണോ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന എഴുത്തുകാർക്കെല്ലാം തോന്നുന്നത് അങ്ങ് ഒഴുകാൻ തന്നെയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? മീൻസ് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ. ആ ഒഴുക്കിനൊപ്പം അങ്ങ് പോവാതെ അവനവൻ്റെ അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ച് അതിനെ മിനുക്കപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് മുമ്പിലോട്ട് അടുത്ത മനുഷ്യരിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? അപ്പുറത്ത് പ്രശസ്തിയുണ്ട്, പണമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പുറത്ത് നമുക്ക് എന്താ കിട്ടുക? എന്തായിരിക്കാം രജിസ്റ്റേണ്ണും? അല്ല, നമ്മൾ ഒരു കഥ എഴുതുക, നമ്മുടെ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്ത് അത് എഴുതുക, അത് ഡിമാൻഡിന് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡിമാൻഡ് പറയുമ്പോൾ ആവരുത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഞാനൊരു മാസികകൾക്കും ആഴ്ചപ്പതിപ്പിനും ഒന്നും കഥ അയക്കാറില്ല. കഥകൾ ഇപ്പോൾ 1 കൊല്ലമോ 2 കൊല്ലമോ എടുത്ത് എഴുതുന്ന കഥകൾ കൂട്ടിവെച്ച് ഒരു സമാഹാരത്തിൻ്റെ ഒരു രീതിയിലോട്ടാവുമ്പോൾ ഒരു പുസ്തകം ഇറങ്ങും. അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സമാഹാരത്തിനുള്ള പുസ്തകം, ഒരു കഥകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആഴ്ചപ്പതിപ്പുകളിലോട്ടോ മാസികകളിലോട്ടോ ഡിമാൻഡിനനുസരിച്ച് ഞാൻ അയക്കാറില്ല. അങ്ങനെ പെട്ടെന്ന് എഴുതാനുള്ളൊരു കഴിവും എനിക്കില്ല. ഏതെങ്കിലും ഒരു വിഷയങ്ങൾ മനസ്സിലങ്ങനെ വന്ന് പതിയെ കൊണ്ട് നടന്ന് അത് ഏതെങ്കിലും കാലത്ത് ഡെവലപ്പായി അങ്ങനെ എഴുതുന്നു എന്നല്ലാതെ പെട്ടെന്ന് ഒന്ന് എഴുതാനുള്ള ഒരു ടാലൻ്റ് എനിക്കില്ല. അപ്പോൾ അത് മാത്രമല്ല, ഒരാൾ നമ്മൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വന്ന് ഇന്ന ഒരു പ്ലോട്ടുണ്ട്, അത് ഇന്ന അനുഭവമാണ് എന്നും പറഞ്ഞ് പങ്കുവെച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് കഥയായിട്ട് സ്വീകരിക്കാനോ ഡെവലപ്പാക്കാനോ പറ്റണമെന്നില്ല. ഒരുപക്ഷെ അവരറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കായിരിക്കും നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു കഥ ആവുന്നത്. അതുകൊണ്ട് ഈ വിഷയം, ഒരു കഥയ്ക്ക് പറ്റിയ ഒരു വിഷയം കണ്ടെത്തി ആ കഥയായി രൂപപ്പെടുത്താൻ ആത്മവിശ്വാസം തോന്നുന്ന ആ നിമിഷത്തിലാണ് ആ ഒരു കഥയുടെ ആദ്യ പടി സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ 6 മാസമോ 1 കൊല്ലമോ ചിലപ്പം 2 കൊല്ലമോ എടുത്തെന്നിരിക്കും. അതുകൊണ്ട് ഡിമാൻഡിനനുസരിച്ച് കഥ എഴുതുന്നതിനോട് എനിക്ക് ഒരു കാലത്തും യോജിപ്പില്ല. നമുക്ക് സ്വാഭാവികമായി വരുന്ന കഥകൾ, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു 20-21 ചെറുകഥകളെ എഴുതിയിട്ടുള്ളൂ ഈ 2 പുസ്തകങ്ങളിലുമായി. അതുകൊണ്ട് അതെല്ലാം മികച്ചതാണെന്നൊന്നുമില്ല. അതിൽ എന്നാലും ആത്മവിശ്വാസത്തോടെ ഒരു 3-4 കഥകൾ കൊള്ളാം എന്ന് എനിക്ക് പറയാൻ പറ്റും. ബാക്കിയൊക്കെ ബാലാരിഷ്ടതകളുള്ളത് തന്നെ ആയിരിക്കും. കാര്യം എഴുത്തിൻ്റെ തുടക്കത്തിലും അല്ലാതെയൊക്കെ ബാലാരിഷ്ടതകളുണ്ട്. അതിന് ഞാൻ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പരിമിതികളുണ്ട്. പിന്നെ ഡിമാൻഡിനനുസരിച്ച് എഴുതുമ്പോൾ ഉള്ളൊരു കാര്യം, നമ്മൾ ഇവിടെ നിലനിൽക്കുന്നു എന്നിങ്ങനെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു എഴുത്താവുമ്പോഴാണ് നമ്മൾ സാഹിത്യത്തിൽ കൂടുതൽ ചവറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ദയവ് ചെയ്ത് ചവറുണ്ടാക്കാൻ ശ്രമിക്കാറില്ല. സമയം കുറവുകൊണ്ട് ഞാനൊന്ന് ഇപ്പുറത്തേക്ക് രജീഷ് ബാലയുടെ കഥകൾ വായിക്കുമ്പോൾ ചില സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചെഴുതാൻ വേണ്ടി എന്നുള്ള ബോധപൂർവമായ ശ്രമമായിട്ടല്ല, ഇദ്ദേഹം എഴുതി വായിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലേക്ക് പതുക്കെ ഇങ്ങനെ കയറുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കറുപ്പെന്ന നിറത്തെ എഴുതി വയ്ക്കുമ്പോൾ അതിലെ നായികയെ വർണ്ണിക്കുകയല്ല, നായികയോടുള്ള ഇഷ്ടം പറയാണ്. അപ്പോൾ അവളുടെ കഴുത്തിലെ കറുപ്പ് എന്ന് പറയുന്നുണ്ട്.
നമുക്കത് കാണുമ്പോൾ ഒരിക്കലും മുമ്പുണ്ടായിരുന്ന ആ ഒരു നിറത്തിൻ്റെ നമ്മൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ആ ഭിത്തി പൊളിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ പതുക്കെ എന്താ പറയുക, കഴുത്തിലെ കറുപ്പിനോടൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ വരും. കുറച്ച് കഴിയുമ്പോഴാണ് ഈ മനുഷ്യനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു മാജിക് ആണല്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. അതായത് ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞ് എന്താ പറയുക, ചില കാര്യങ്ങളങ്ങ് തകർത്ത് കളയാണ്, അത് മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ നിസാർ ആയിട്ട് സംസാരിച്ച പോലെ തന്നെ ഇതുപോലെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള പദങ്ങൾ, ചില സ്റ്റീരിയോടൈപ്പുകളെ നമ്മൾ നിർമ്മിച്ച് വയ്ക്കുന്ന ചില എന്താ പറയുക നിർമ്മിതികളെല്ലാം പൊളിച്ചെഴുതാനായിട്ട് എന്നാൽ വളരെ ഓർഗാനിക്കായിട്ട് ഒരൊഴുക്കായിട്ട് രജീഷ് ബാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചില കഥകളിൽ അത് വ്യക്തമായിട്ടുണ്ട്. ഇത് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. അത് എങ്ങനെയാണത് ഇത്ര സ്പോണ്ടേനിയസ് ഫ്ലോ ആയിട്ട് ഇങ്ങനെ വരുന്നത്? എനിക്കതാണ് അറിയേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അയാൾ എഴുത്തിലേക്ക് കലരും. തീർച്ചയായിട്ടും ആ കലർപ്പിൽ നമ്മളെന്ന എഴുത്താളിനെ നന്നാക്കിയാൽ മതിയോ, എഴുത്തിനെ നന്നാക്കണോ, എന്താണ്? എനിക്കതാണ് അറിയേണ്ടത്. രജീഷ് ബാല എന്ന സഖാവിനോട് കൂടിയുള്ള ചോദ്യമായിരിക്കട്ടെ. എനിക്ക് ഹരി പറഞ്ഞതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കണം, അതിനുശേഷം ഒന്ന് പറയാൻ തോന്നുന്നു. ഹരി പറഞ്ഞ ഈ വേറൊരാൾക്ക് വേണ്ടിയുള്ള എഴുത്ത് അല്ലെങ്കിൽ മാർക്കറ്റിന് വേണ്ടിയുള്ള എഴുത്ത് വളരെ കാര്യമായി നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് തീർച്ചയായും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്തുള്ള സുഹൃത്തുക്കൾ പോലും ആ രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് പോയെന്ന് നമ്മൾ കാണുന്നുണ്ട്. നല്ല എഴുത്ത് സാധ്യതയുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ആൾക്കാർ പോലും മാർക്കറ്റിന് വേണ്ടി എഴുതുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അത് എന്തോ ആർക്കും വേണ്ടിയല്ലാതെ നമ്മൾ മാർക്കറ്റിന് വേണ്ടി മാത്രമായി പൈസ ഉണ്ടാക്കാൻ മാത്രമായി എഴുതുന്നു. പൈസ ആവശ്യമാണ്, അല്ലെങ്കിൽ ബുക്കുകൾ വിറ്റ് പോകേണ്ട, അല്ലെങ്കിൽ എഴുത്തുകൾ വായിക്കപ്പെടേണ്ട ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പെരുമാറുന്ന ഭാഷയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഭാഷ ഗൗരവമായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് ഗൗരവമുള്ള ഒന്നാണ് എന്ന് ബോധ്യമുണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെയുള്ള കുറേ എഴുത്തുകൾ വരുന്നുണ്ട്, വിൽക്കപ്പെടുന്നുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ ഒരുപാട് എഡിഷൻസ് വന്ന് വിൽക്കപ്പെടുന്നുണ്ട്, ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ഈ പറയുന്ന ഭാഷയിലേക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഇനി ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കരുതിക്കൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ, അത് സംഭവിച്ചു പോകുന്നതാണ്, പലപ്പോഴും സംഭവിച്ചു പോകുന്നതാണ്. ചില സമയത്ത് നേരത്തെ ഹരി പറഞ്ഞ വാക്ക് ഞാൻ നമ്മൾ ആസ്വദിച്ചു പോകുന്ന ചില മൊമെൻറ്റുകളുണ്ട്, എഴുത്തിൽ ആസ്വദിച്ചു പോകുന്ന മൊമെൻറ്റുകളിൽ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വെളുപ്പിൽ മാത്രമല്ല സൗന്ദര്യമുള്ളതെന്ന് പൂർണ്ണമായും ബോധ്യം ഉണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ട് എഴുത്തിൽ വന്നു പോകുന്നതായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ ഭാഗം അതെൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയെ ആണ് ഞാൻ അവിടെ എഴുതി വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് സ്വാഭാവികമായും വന്നുപോയത് എന്നും കൂടി കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം രണ്ടുപേരോടും കൂടിയിട്ടാണ്, ഭാഷയെക്കുറിച്ചാണ്. രണ്ട് രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഈ അടുത്തായിട്ട്. വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ പോരെ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പായിട്ട് എറണാകുളം ജില്ലയിലെ മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സെഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് സംവദിക്കുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞത് സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത അതെനിക്ക് തോന്നുന്നു അതങ്ങ് മുദ്രയായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇത്ര അങ്ങ് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, സാഹിത്യപരമായിട്ടുള്ള മേന്മകൾ ഒന്നും വേണം എന്നില്ല. സിമ്പിളായിട്ട് അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ ആൾക്കാർ അത് ഏറ്റെടുക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എഴുത്തുകാർ സ്വന്തം ഭാഷയെല്ലാം ഉപ്പിളി പൊഴിക്കുന്ന പോലെ അങ്ങ് കളഞ്ഞിട്ട് സിമ്പിളായിട്ട് എഴുതാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭാഷ നമ്മളെങ്ങനെ വിട്ടുകളയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? എഴുത്തുകാർക്ക് സാധിക്കുമോ? ആർക്ക് വേണ്ടിയായാലും, മാർക്കറ്റിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഭാഷ എന്ന ആ ഒരു പടം പൊഴിച്ചിട്ടുള്ള എഴുത്ത് സാധ്യമാണോ? പെട്ടെന്നൊരു അല്ല, ഭാഷയെ സംബന്ധിച്ച് ഭാഷ ശുദ്ധമായിരിക്കണം, പിന്നെ ലളിതമാകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ലളിതമായിട്ട് പറയുക, അല്ലാതെ പിന്നെ സാഹിത്യം ഒരുപാട് പറയാൻ അറിയില്ല. അതുകൊണ്ട് എനിക്കധികം ഞാൻ കൂടുതൽ എൻ്റെ കഥകളിൽ സാഹിത്യം കാണാറില്ല. അതുകൊണ്ട് ലളിതമായ ഭാഷ, പിന്നെ ഓരോ വിഷയത്തിനനുസരിച്ച് നമ്മൾ ചില ഭാഷയുടെ ഒരു തീവ്രതയും ഒക്കെ ഒന്ന് കൂട്ടണം, കുറയ്ക്കണം, ആ രീതിയിൽ പറയണം. അത് വിഷയത്തിനനുസരിച്ച് തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പരമാവധി ലളിതമായി പറയുക,
വളച്ചു കെട്ടി പറയാതെ. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ ഭാഷാപരമായ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അതിന് പറ്റുമെന്നറിയില്ല, നോക്കാം, അത്രയേ ഉള്ളൂ. ലാളിത്യം എപ്പോഴും വേണം, ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ ഏറ്റവും ലാളിത്യം വേണം. പക്ഷേ ഒരു കഥ വായിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടാവണം, വായിച്ച ആളിൻ്റെ ഉള്ളിൽ ബാക്കി കിടക്കണം എന്നുള്ളതാണ്. അത് നമ്മളെ ഒന്ന് ആലോചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് സന്തോഷിക്കാനോ എങ്കിലും അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുനരാലോചിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം എഴുത്തിൻ്റെ ബാക്കി പത്രം അല്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭാഷയുടെ കടുപ്പം കൊണ്ടായിരിക്കണമെന്നില്ല, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ഒരു കനം കൊണ്ടായാൽ മതി. കടുപ്പം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ലാളിത്യത്തിലേക്ക് പോകണം. പക്ഷേ ഉള്ളടക്കത്തിൻ്റെ കനം എഴുത്തിലുണ്ടാവണം. എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ എന്നെ സ്പർശിച്ചിട്ടുണ്ടല്ലോ എന്ന് വായിക്കുന്നയാൾക്ക് തോന്നുന്നിടത്താണ് എനിക്ക് തോന്നുന്നു കഥകളുടെ ആയാലും ഏത് എഴുത്തിൻ്റെതായാലും ഒരു ശരിയായ യാത്ര പൂർത്തിയാകുന്നത് അല്ലെങ്കിൽ ശരിയായ യാത്ര തുടങ്ങുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ സമയം അവസാനിച്ചാണ്, ദയവായി സഹകരിക്കണം. ഇത് ഈ ഒരു പോയിന്റിലൂടെ സമയ കുറവും എല്ലാം പരിഗണിക്കുന്നു. തിരിച്ച് മൈക്ക് കൈമാറുന്നു. ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മളൊരു വായനക്കാരനിലേക്കൊരു ആണിയാണ് തറക്കേണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്കത്തോടു കൂടി തന്നെ അതിനെ തറപ്പിക്കേണ്ടതുണ്ട്. അതിന് ഭാഷ തീർച്ചയായിട്ടും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 4 മനുഷ്യരുടെ ഒരു സ്നേഹ സംവാദമായിട്ട് ഇത്രയും ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. സ്നേഹം, സന്തോഷം.